ഞങ്ങൾ കടന്നു വരുന്നു. ഈ പ്രേരണയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. ലീഡിനെ ഗുരുദാസനായ സ്തോത്രം. വചനം പഠിപ്പിക്കുന്ന ഗുരുദാസനായ സ്തോത്രം. പ്രേരണയിൽ നടത്തുന്ന മക്കൾക്കായി സ്തോത്രം. അനേകരി പ്രേരണയിലേക്ക് വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം അനവധി വിഷയങ്ങളുമായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മക്കളെ സകല ആഗ്രഹങ്ങളെ അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം ഇന്ന് രാത്രിയിലും കേട്ട് ബലപ്പെടുവാൻ, ധൈര്യപ്പെടുവാൻ, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഹാലിലെ ഞാൻ നിന്നെ വരുന്നെടുത്തും, ഞാൻ നിന്നെ ജീവിപ്പിക്കും. നല്ലിച്ചത് മഹാരാജാവ്, ദീർഘായുസ്വൻ തൃപ്തിപ്പെടുത്തുന്ന ദൈവം. കർത്താവേ, രാത്രികാലം ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. നിങ്ങൾ എന്ത് ചെയ്താലും അവിടുത്തെ പുനനാമം ഉയർത്തപ്പെടുവാൻ സഹായിക്കണമേ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദയാക്കണം. എല്ലാ മാനവ മഹത്വവും തിരുമേനിയുടെ പാതയോട് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ജീവനുള്ള പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയത്ത് പ്രേരണയായിട്ട് നമുക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ സന്ധ്യാസമയം നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരും സംസാരിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാം. ഈ സമയം ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ബ്രദർ ജോളി ഒരു പാട്ട് പാടി കർത്താവിനെ മഹത്വീകരിക്കും. സ്തോത്രം. Praise the Lord. Hallelujah. Can you hear me? സ്തോത്രം. Yeah. Hallelujah. യഹോവേ നീ അത്ര നല്ലവൻ, യഹോവേ നീ അത്ര വലിയവൻ, യഹോവേ നീ അത്ര നല്ലവൻ, യഹോവേ നീ അത്ര വലിയവൻ. നിന്നെ സേവിക്കുന്നതും നിന്നെ സ്നേഹിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. നിന്നെ സേവിക്കുന്നതും നിന്നെ സ്നേഹിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. എൻ ഭാരം ഏറുമ്പോ നീ ഭാരം താങ്ങുവാ, എൻ ചാരേ വന്നേ ആശ്വസിപ്പിച്ചിടുന്നു. എൻ ഭാരം ഏറുമ്പോ നീ ഭാരം താങ്ങുവാ, എൻ ചാരേ വന്നേ ആശ്വസിപ്പിച്ചിടുന്നു. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. ശോധനകൾ വന്നെന്റെ ജീവിതത്തിൽ ഏറുമ്പോ നല്ല സഖിയായി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. ശോധനകൾ വന്നെന്റെ ജീവിതത്തിൽ ഏറുമ്പോ നല്ല സഖിയായി വന്നെന്നെ ആശ്വസിപ്പിച്ചിടുന്നു. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. നിന്നെ സേവിക്കുന്നതും നിന്നെ സ്നേഹിക്കുന്നതും
എൻ ജീവിത ഭാഗ്യമേ, നിന്നെ സ്നേഹിക്കുന്നതും നിന്നെ സേവിക്കുന്നതും എൻ ജീവിത ഭാഗ്യമേ. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. ഹല്ലേലൂയ. യഹോവേ നീ എത്ര വലിയവൻ. പ്രൈസ് ലോർഡ്. ഈ വലിയ ദൈവത്തെ സ്നേഹിപ്പാന്, അവനെ സേവിപ്പാന് ദൈവം നമുക്ക് ഭാഗ്യം തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഈ വലിയ ദൈവം നമ്മളെ തേടി വന്ന് നമ്മുടെ സകല പാപങ്ങളും നമ്മളോട് ക്ഷമിച്ച്, നമ്മുടെ സകല അകത്യങ്ങളും നമ്മളോട് ക്ഷമിച്ച് അവന്റെ മക്കളും അവകാശികളും ആക്കി തീർത്ത് ഈ പുത്രത്തിന്റെ ഭാഗ്യ പദവിയെ ദൈവം നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ വചനത്തിന്റെ അടുക്കൽ നമ്മൾ ഇരിക്കുകയാണല്ലോ. ഈ രാത്രിയില് ദൈവത്തിന്റെ വചനം, ആത്മാവിൽ എഴുതപ്പെട്ട വചനം കർത്താവിന്റെ ദാസനെ ആത്മാവിൽ ശുശ്രൂഷിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. ദൈവമക്കളെ, നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഈ രാത്രി സമയം ദൈവവചനത്തിനു വേണ്ടി ഒരു വിശപ്പോടെ, ഒരു ആർത്തിയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തും. ഈ രാത്രി നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാൻ തകണം കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഡോക്ടർ ജോൺ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ഈ രാത്രിയിൽ അവിടെയായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി സെക്കറിയ പ്രവചനം നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. ഇന്ന് രാത്രിയിലും ആ തുടർമാനമായ പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. സെക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 7 മുതൽ 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യമാകുന്ന 21-ാം വാക്യം വരെ ഞാനിവിടെ വായിക്കുന്നു. ദാരിയാവേശിന്റെ 2-ാം ആണ്ടിൽ ശബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ ബെരക്യാവിന്റെ മകനായ സെക്കറിയ പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്ന് അവന്റെ പിമ്പിൽ ചുവപ്പും തവിട്ടു നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനനെ, ഇവർ ആരാകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിനെ യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോടെ, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവ്വഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ ക്രൂദിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദാ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കുമെന്ന് ചോദിച്ചു. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ച് പറയേണ്ടതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈരമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ആലയം അതിൽ പണിയും, യെരൂശലേമിൽ അളവുനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും.
ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട് ഇവ യഹൂദനെയും ഇസ്രയേലിനെയും യെരുശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്തു ചെയ്യുവാൻ വന്നിരിക്കുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് അവൻ ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു അവ. ഇവരോ യഹൂദാദേശത്തെ ചിതറിച്ചു കളയേണ്ടതിനെ കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഈ ദൈവവചനത്തിൽ വെച്ചുകൊണ്ട് കർത്താവെ ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവ് നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത ദൂത ഏഴകൾ വായിച്ചല്ലോ നാഥ. ഇന്ന് രാത്രി അവിടുത്തെ അരുളപ്പാടുകൾ ഈ ദിവ്യ വചനത്തിൽ കൂടെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ അവിടുത്തെ ശ്രേഷ്ഠ ഭൃത്യനെ ദർശനത്തിൽ കൂടെ ദൂതിൽ കൂടെ വെളിപ്പെടുത്തിയ അവിടുത്തെ ഈ ദിവ്യ ആലോചനകൾ ഞങ്ങൾ ചിന്തിക്കുമ്പോഴും അതിൽ നിന്ന് അവിടുത്തെ ആത്മാവ് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തരുമ്പോഴും അത് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ കത്തുവാനും ഈ ദിവ്യ ആലോചനകൾ മുഖാന്തരം ഞങ്ങളുടെ ബന്ധനങ്ങൾ മാറിപ്പോകുവാൻ, ദുഷ്ടന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, സ്വർഗീയമായ ശാശ്വതമായ അനുഗ്രഹങ്ങളും നിത്യകൃപകളും പ്രാപിപ്പാൻ, അങ്ങനെ ദൈവകൃപയിൽ സന്തോഷിപ്പാൻ ഇന്ന് രാത്രി ഇടയാക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു, യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വായിച്ചതായ ഈ വേദഭാഗങ്ങളിൽ പ്രവാചകൻ കണ്ട 2 ദർശനങ്ങളും ദർശനങ്ങളോടനുബന്ധിച്ച ദൂതുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ വായിക്കുമ്പോൾ പ്രവാചകൻ ഒരു ദർശനം കാണുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ദൂത് തന്റെ അധരത്തിൽ പരിശുദ്ധ ആത്മാവ് കൊടുക്കുകയും ആ ദൂത് പ്രവാചകൻ ഹല്ലേലൂയ സ്തോത്രം ആ വിശ്വസ്തയോടുകൂടെ ജനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ 7-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അടുത്ത 6-ാം അധ്യായം വരെ 8 ദർശനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ കാണുന്ന ഈ രാത്രിയിലെ 8 ദർശനങ്ങളിൽ കൂടെ താൻ കണ്ട ഈ ദർശനങ്ങൾ എന്താകുന്നുവെന്ന് ദൂതനോ ദൈവത്തിന്റെ ആത്മാവോ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദർശനങ്ങൾ കാണുന്നു, അത് വ്യാഖ്യാനിച്ച് ഉത്തരം ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ജോസഫ് കണ്ട ദർശനങ്ങളും അതിന്റെ വ്യാഖ്യാനവും പഠിക്കുന്നതായ സന്ദർഭത്തിൽ ദർശനവും അതിന്റെ വ്യാഖ്യാനവും അല്ലെങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ കർത്താവാണ് ഹല്ലേലൂയ സ്തോത്രം ദർശനങ്ങൾ ദൈവഹിത പ്രകാരം നമുക്ക് നൽകുകയും അത് വെളിപ്പെടുത്തി അതിന്റെ അർത്ഥം എന്ത് എന്ന് നാം ആരായുമ്പോൾ ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നത്. ദാനിയേൽ പ്രവചനം നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ പ്രവാചകനായ ദാനിയേൽ കാണുന്ന ദർശനങ്ങൾ എന്തെന്ന് മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ താൻ വീണ്ടും പ്രാർത്ഥിക്കുകയും കർത്താവേ, എന്താണ് ഇതിന്റെ അർത്ഥം, എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറയുന്ന സന്ദർഭത്തിൽ ഗബ്രിയേലോ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് തന്നെയോ അവിടുത്തെ ആത്മാവിൽ അത് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ ദാനിയേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. സ്വർഗീയമായ ദർശനങ്ങൾ നാം വ്യാഖ്യാനിക്കേണ്ടത് സ്വർഗീയമായ പരിശുദ്ധാത്മാവിനാലായിരിക്കണം. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ഇച്ഛ കൊണ്ടോ അവയൊക്കെയും വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാം തെറ്റിപ്പോകുകയും ശരിയായ അർത്ഥങ്ങൾ ഗ്രഹിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അനേക അബദ്ധങ്ങൾ ദൈവമക്കൾ, ഈവൻ നല്ല ദൈവമക്കളുടെ ഇടയിൽ പോലും ഉണ്ടായിട്ടുണ്ട്. സ്വർഗീയമായ ആലോചനകളെ, സ്വർഗീയമായ ദർശനങ്ങളെ മനുഷ്യബുദ്ധിയിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട്. ഇന്ന് രാത്രിയിൽ ഇവിടെ നമുക്ക് ഒരു മോറല്, ഒരു നല്ല അർത്ഥം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും, ഒരു നല്ല കാര്യം പഠിക്കുവാനായിട്ട് സാധിക്കും. പ്രവാചകൻ
സെക്രിയാവ് കാണുന്ന ദർശനങ്ങൾ എന്താകുന്നു, എന്താണ് ഇതിന്റെ സാരമെന്ന് യഹോവയോട് തന്നെ ആരായുന്നത് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവിനോട് ആരായുന്ന സന്ദർഭത്തിൽ കർത്താവ് അതിനെ ഉത്തരം കൊടുക്കുന്നതും ആ ഉത്തരങ്ങളാണ് പ്രവാചകൻ പ്രസംഗിച്ച് പറയുന്നതും ആലോചനയായി നമുക്ക് നൽകിയിരിക്കുന്നതും. ദൈവീകമായ ദർശനങ്ങളുടെ മുമ്പിൽ, ദൈവീകമായ വെളിപ്പാടുകളുടെ മുമ്പിൽ നാം അവയെ ഉപേക്ഷയായി വിചാരിക്കാതെ അവയെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താകുന്നുവെന്ന് കർത്താവ് തന്നോട് തന്നെ ആരായുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തരുമെന്ന് സെക്രിയ പ്രവചനത്തിൽ കൂടെ, ദാനിയേൽ പ്രവചനത്തിൽ കൂടെ, ഹബക്കൂബിന്റെ പ്രവചനത്തിൽ കൂടെ ഒക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരനുഭവം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. 8 ദർശനങ്ങളാണ് 6 അധ്യായങ്ങളിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ ദർശനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെയാണ്, 17-ാം വാക്യം വരെ. അവിടെ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്നതായ പുരുഷനെയാണ്, അതിനോടനുബന്ധിച്ച് നടക്കുന്നതായ ദർശനമാണ്. 2-ാമത്തെ ദർശനം 18-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെയാണ്. അവിടെ 4 കൊല്ലന്മാരും 4 കൊമ്പുകളും 4 കൊല്ലന്മാരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 3-ാമത്തെ ദർശനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെയാണ് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. 3-ാമത്തെ ദർശനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ദർശനമാണ് അത് മഹാപുരോഹിതനായ യോശുവയോടുള്ളതായ അരുളപ്പാടും അതിനോടനുബന്ധിച്ചിരിക്കുന്നതായ ദർശനവുമാണ്. 4-ാം അധ്യായത്തിൽ 5-ാമത്തെ ദർശനമാണ് ഇത് സെരുബാബേലിനോടും ആലയത്തോടും അനുബന്ധിച്ച് പ്രാപിച്ചിരിക്കുന്ന ദർശനങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ദൂതുകളുമാണ്. 5-ാമത്തെ അധ്യായത്തിൽ 2 ദർശനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ സ്തോത്രം, പാറിപ്പോകുന്ന ഒരു ചുരുളാണ് കാണുവാൻ സാധിക്കുന്നത്. 7-ാമത്തെ ദർശനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ അവസാന വാക്യമാകുന്ന 11-ാം വാക്യത്തിലാണ് 2 ഏഫകളും ഏഫയുടെ ഉള്ളിലിരിക്കുന്നതായ ദുഷ്ടയായ സ്ത്രീയുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 6-ാം അധ്യായത്തിൽ പ്രവാചകൻ കണ്ട അവസാനത്തെ ദർശനമാണ്, അത് 8-ാമത്തെ ദർശനമാണ്. അവിടെ 2 പർവ്വതങ്ങളും ആ പർവ്വതങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതായ 4 രഥങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ 8 ദർശനങ്ങളാണ് പ്രവാചകൻ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. ഈ 8 ദർശനങ്ങളിൽ നാം പഠിക്കുന്നത് സ്തോത്രം, പ്രവാചകൻ കണ്ട് ദർശിച്ചിരിക്കുന്നതായ 1-ാമത്തെ ദർശനമാണ് എന്ന് നാം ഓർത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ 1-ാമത്തെ ദർശനത്തിൽ സ്തോത്രം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്നതായ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷനോടുള്ള ബന്ധത്തിൽ കാണുന്നതായ ദർശനമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 1-ാമത്തെ ദർശനത്തിൽ 7-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ 5 പ്രധാന കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1, ദർശനത്തിലെ വ്യക്തിയും വ്യക്തികളും. ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷൻ 1, 2 ചുവപ്പ്, കുരാൽ, വെണ്മ എന്നീ നിറങ്ങളുള്ള കുതിരപ്പുറത്ത് കയറി ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്ന ദൂത സഞ്ചയം. 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് നമുക്ക് സ്തോത്രം വസ്തുവും ഈ ചുവന്ന കുതിരപ്പുറത്ത് ഇരിക്കുന്ന പുരുഷൻ ആയിരിക്കുന്ന സ്ഥലവുമാണ്. ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിലാണ് ഈ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന
പുരുഷനായിരിക്കുന്നത്. മൂന്നാമതായി ചോലയും ഹല്ലേലൂയ, നാലാമത് കൊഴുന്തുകളുമാണ്. അഞ്ചാമതായി നമുക്ക് ഈ ദർശനങ്ങൾ കാണുവാൻ സാധിക്കുന്നത് ഏത് സമയത്താണ് ഹല്ലേലൂയ പ്രവാചകൻ രാത്രിയിൽ ദർശനം കണ്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ വ്യാഖ്യാന പഠനത്തിന് ഹല്ലേലൂയ നമുക്ക് ഉത്തേജനവും അനുഗ്രഹവുമായി തീരേണ്ടതിന് പഠിക്കുന്നതിന് മുമ്പേ ഞാൻ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയത്രേ ചെയ്തത്. ഇനിയും നാം അത് വ്യാഖ്യാനം ചെയ്ത് പഠിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ 8 ദർശനങ്ങളിലും 2 പ്രധാന കാര്യങ്ങളാണ് നാം പഠിക്കുന്നത്. ഒന്ന്, ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്ന പ്രവർത്തന അർത്ഥം, ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്ന പ്രവചന അർത്ഥം. ഏത് പ്രവചനങ്ങളും പഴയ നിയമത്തിലെയോ പുതിയ നിയമത്തിലെയോ നാം നോക്കുകയാണെങ്കിൽ ഏത് പ്രവചനങ്ങൾക്കും ഒരു പ്രവർത്തന അർത്ഥവുമുണ്ട്, ഒരു പ്രവചന അർത്ഥവുമുണ്ട്. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഹല്ലേലൂയ. ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവനൊരു കിട്ടുന്നതായ പ്രവചന ദൂതിൽ ആ ജീവിച്ചിരിക്കുന്ന കാലത്തെ ചുറ്റുപാടുകൾ എന്തോ അതിനെ കറക്റ്റ് ചെയ്യേണ്ടതിനോ അതിനെ ഉത്തേജനം ചെയ്യേണ്ടതിനോ ആ ചുറ്റുപാടുകളോടനുബന്ധമായി ആ സമൂഹത്തിൽ ഹല്ലേലൂയ പ്രാവർത്തികമായി ഉണ്ടാകുന്നതായ ദൂത്, ഹല്ലേലൂയ സ്തോത്രം, അതാണ് പ്രവർത്തന അർത്ഥം. പ്രവചന അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ദൂത് ലഭിക്കുന്നു എങ്കിൽ തന്നെയും അത് ഹല്ലേലൂയ പ്രവർത്തന അർത്ഥം കൊണ്ട് തന്നെ തീർന്നു പോകുന്നില്ല. അത് കാലങ്ങളോളം ആ പ്രവചനത്തിന്റെ എല്ലാ മുഖങ്ങളും ഹല്ലേലൂയ സ്തോത്രം അത് നിവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഈ പുസ്തകത്തിൽ ഹല്ലേലൂയ ഈ പ്രവചന ഈ പഠിക്കുന്നതായ പ്രവചനത്തിൽ പ്രവചന അർത്ഥവും അതുപോലെ തന്നെ ഹല്ലേലൂയ പ്രവർത്തന അർത്ഥവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രവചന അർത്ഥവും പ്രവർത്തന അർത്ഥവും നാം നന്നായി പഠിക്കുമ്പോൾ മാത്രമേ ഇതിലെ അർത്ഥങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കും എന്ന് ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുയേശുവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് എനിക്ക് 1-2 ഇന്ററപ്ഷൻ ഉണ്ടായി. എന്റെ സെൽഫോണിൽ ആരോ ഫോൺ വിളിച്ചു. അതുപോലെ തന്നെ ഈ ഫോണിലും ഫോൺ വിളിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് എനിക്ക് ഫോക്കസ് ചെയ്യുവാൻ ഒത്തില്ല. അതുകൊണ്ടാണ് അല്പമായ ഇന്ററപ്ഷൻ ഉണ്ടായത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഐ ഹാവ് കറക്റ്റഡ് ഇറ്റ്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 7-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരാം. ഹല്ലേലൂയ സ്തോത്രം. ദാരിയാവേശിന്റെ 2-ാം ആണ്ടിൽ ശബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സെക്കറിയ പ്രവാചകനെ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1-ാം വാക്യം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകൻ ഉണ്ടായ ദൂതാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് മാനസാന്തരന്റെ ദൂതാണ്. 8-ാം മാസം കഴിഞ്ഞ് ഇപ്പോൾ 11-ാം മാസമാണ് പ്രവാചകന് ഈ 2ാമത്തെ ദൂത് ലഭിക്കുന്നത്. ആദ്യം ലഭിക്കുന്നത് പോലെയല്ല, ദർശനത്തോടുകൂടെയുള്ള ദൂതാണ് ലഭിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദർശനത്തോടുകൂടെ ലഭിക്കുന്നതായ ദൂത് 11-ാം മാസം 24-ാം തീയതിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 8-ാം മാസം, 9-ാം മാസം, 10-ാം മാസം, 11-ാം മാസത്തിന്റെ 24-ാം തീയതി, ഏതാണ്ട് 4 മാസം, കുറഞ്ഞത് ഒരു 3-3.5 മാസം കഴിഞ്ഞപ്പോഴാണ് 1-ാമത്തെ പ്രവചന ദൂതിനു ശേഷം പ്രവാചകനെ 2ാമതായി ഹല്ലേലൂയ സ്തോത്രം കാനോനികമായി ദർശനത്തോടുകൂടെ ദൂത് ലഭിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. പ്രവാചകനെ ആദ്യമേ ജസ്റ്റ് പ്രവചന ദൂതായിരുന്നു. എന്നാൽ ഇപ്പോൾ 2ാമത്
ദർശനത്തോടു കൂടെയുള്ള ദൂതാണ് ലഭിക്കുന്നത്. അപ്പോൾ തന്റെ ശുശ്രൂഷയിലുള്ളതായ ഉയർച്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം പ്രാപിച്ചതായ ചില ശുശ്രൂഷകൾ കൊണ്ടോ ചില കൃപകൾ കൊണ്ടോ നാം സംതൃപ്തി അടയുന്നവരാകുന്നു എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ശുശ്രൂഷകൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകുകയില്ല. അങ്ങനെയല്ല, നാം ക്രിസ്തുവാകുന്ന തലയോളം വളർന്നു വരുന്നവരായി തീരണം. ഇന്ന് പ്രാപിച്ചതായ കൃപകൾ, ഹല്ലേലൂയ, അത് ജ്വലിച്ച് പ്രകാശിക്കുവാൻ തക്കവണ്ണം വീണ്ടും നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കൃപകളെ ജ്വലിപ്പിക്കേണ്ടത് എങ്ങനെയാകുന്നുവെന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവസന്നിധിയിലുള്ള പൂർണ്ണ സമർപ്പണത്തോടും, ഹല്ലേലൂയ, പൂർണ്ണ പ്രാർത്ഥനയോടും, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനാൽ ആയിരിക്കണം നാം കൃപകളെ ജ്വലിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ, സ്വർഗീയമായ അഗ്നി നമ്മളിൽ കത്തിച്ചവൻ, അവിടുത്തെ പരിശുദ്ധ ആത്മാവാകുന്ന എണ്ണ നമ്മളിൽ കൂടുതൽ ഒഴിപ്പിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആത്മാ നിറവിന്റെ അനുഭവത്താലുള്ള ജ്വലനമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. മാനുഷികമായ ചില ജ്വലനം കൊണ്ട് നാം ജ്വലിപ്പിക്കുവാൻ നോക്കുകയാണെങ്കിൽ അതൊക്കെയും പിൽക്കാലത്ത് നമുക്കും നമ്മുടെ ശുശ്രൂഷകൾക്കും നമ്മുടെ ശുശ്രൂഷകൾ അനുഭവിക്കുന്നവർക്കും തകർച്ചയായി മാറ്റപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ പ്രവാചകന്റെ ജ്വലനം എന്ന് പറയുന്നത് താൻ തന്നെ ഉണ്ടാക്കിയ ചില ജ്വലനമല്ല, താൻ ദർശനം കണ്ടു. ആ ദർശനം കണ്ടിട്ട് അത് ദൈവം കൊടുത്തതാണ്. അതുകൂടാതെ അതിനെ വ്യാഖ്യാനിച്ചു ലഭിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൂതൻ മുഖാന്തരം തനിക്ക് കൃപ ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് തനിക്ക് ജ്വലനമുണ്ടായത്. തന്റെ ജ്വലനം ദൈവത്തിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ലഭിച്ചത്, ഹല്ലേലൂയ, സ്തോത്രം, വീണ്ടും അത് വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ, സ്തോത്രം. വളർത്തുമാറാക്കുന്ന കർത്താവ് എന്ന് ഇന്ന് രാത്രിയിൽ നാം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒരു 3.5 മാസം കഴിഞ്ഞിട്ട്, ഹല്ലേലൂയ, തനിക്ക് കിട്ടിയതായ ദർശനവും അതിനോടുകൂടിയുള്ളതായ ദൂതുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി ആദ്യമായി, ഹല്ലേലൂയ, സ്തോത്രം, താൻ കണ്ടതായ സമയം, ഹല്ലേലൂയ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചിട്ട് ആ സമയത്തിലേക്ക് കടന്നു വരാം. എന്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന് എങ്ങനെയാണ്, ഹല്ലേലൂയ, നാം ഇനി ഈ ദർശനങ്ങളെ പറ്റി വ്യാഖ്യാനിച്ച് പഠിക്കുവാൻ പോകുകയാണ്. എങ്ങനെയാണ് ഒന്നാമത്തെ ദർശനം, രണ്ടാമത്തെ ദർശനം, മൂന്നാമത്തെ ദർശനം, നാലാമത്തെ ദർശനം, 8 ദർശനം കണ്ടല്ലോ. ഇതെങ്ങനെയാണ് ഇത് ഒന്നല്ല പലതാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്? ഒന്നാമതായി, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഒന്നാമത്തെ ദർശനം കാണുവാൻ മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. എന്നാൽ രണ്ടാമത്തെ ദർശനം നോക്കുമ്പോൾ 18-ാം വാക്യം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ, അപ്പോൾ താൻ വീണ്ടും ഒരു ദർശനം കാണുവാൻ സാധിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വീണ്ടും നോക്കുക. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ, അത് 3-ാമത്തെ ദർശനമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 3-ാം അധ്യായത്തിൽ അനന്തരം, ഹല്ലേലൂയ, സ്തോത്രം. 4-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് എന്നെ ഉണർത്തുന്നത് പോലെ. അങ്ങനെ 5-ാമത്തെ ദർശനം ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ, ഹല്ലേലൂയ, 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അത് 6-ാമത്തെ ദർശനം. 7-ാമതായി 5-ാം വാക്യത്തിൽ അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ, അത് 7-ാമത്തെ ദർശനം. ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ, 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇങ്ങനെ ഈ 8 ദർശനങ്ങളെയും നമുക്ക് അതിൽ എഴുതിയിരിക്കുന്ന അതിന്റെ ആരംഭ വാക്യങ്ങളിൽ, ഹല്ലേലൂയ, എഴുതിയിരിക്കുന്നതായ ആ ദൂത് അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ആ ദൂതിൽ നിറഞ്ഞിരിക്കുന്നതായ ദർശനങ്ങൾ അനുസരിച്ചിട്ടും നമുക്ക് വ്യാഖ്യാനിച്ച് ഇത് പലവിധ ദർശനങ്ങളാകുന്നു എന്ന് ഗ്രഹിപ്പാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ വളരെ കാര്യമായിട്ട് നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നാം ഇപ്പോൾ ചിന്തിക്കുവാൻ പോകുന്ന ഈ 1-ാമത്തെ ദർശനം, 1-ാം ദർശനം മറ്റ് ആ 7 ദർശനങ്ങളോട്
ഇടകലർന്ന് കിടക്കുന്നതാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് ഈ 7 ദർശനങ്ങളും നാം പഠിക്കണമെങ്കിൽ ഒന്നാമത്തെ ദർശനം ആദ്യമായി നാം മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ ദർശനം നാം ആദ്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ രണ്ടാമത്തെ ദർശനത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. അതൊരു മാല പോലെയാണ്, ഒരു ചങ്ങല പോലെയാണ്. അതിന്റെ ഓരോ കണ്ണികൾ 8 കണ്ണികൾ ഉള്ളതായ ഒരു മാലയായിട്ട്, ഒരു ചങ്ങലയായിട്ട് നാം നോക്കുക. ഇതിന്റെ ഒരു കണ്ണി പറഞ്ഞു പോയാൽ ഇത് ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ഓരോ ദർശനങ്ങളും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുകയും ഇത് തമ്മിൽ വളരെ അർത്ഥസാമ്യമുണ്ട് എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയും ചെയ്യും. 1-ാം അധ്യായത്തിലെ 1-ാമത്തെ ദർശനം എന്താ എന്ന് വ്യക്തമായി പ്രവർത്തനാർത്ഥത്തിലും പ്രവചനാർത്ഥത്തിലും നാം ഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇതിലെ അർത്ഥങ്ങൾ ഗ്രഹിക്കുവാനും പിന്നീടുള്ളതായ പ്രവചനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും തക്കവണ്ണം ഇടയായി തീരും. പ്രവചനങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ നാം അറിഞ്ഞിരിക്കണം. ഓരോ പ്രവചനങ്ങൾക്കും അതിന്റെ പ്രവചനങ്ങൾക്കു തന്നെ, പ്രവർത്തനാർത്ഥത്തിന് മാത്രമല്ല, പ്രവചനങ്ങൾക്കു തന്നെ പല മുഖങ്ങൾ കാണുവാൻ സാധിക്കും. ചില പ്രവചനങ്ങൾക്ക് ദ്വിതീയ മുഖങ്ങളായിരിക്കും, ചിലതിന് 3 മുഖങ്ങളായിരിക്കും. 3 മുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കണ്ടിട്ട് അതിന് 3 മുഖമായി ദർശിക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ സാരം 2 മുഖമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നതിന്റെ സാരം 2 ഘട്ടങ്ങൾ എന്നുള്ളതാണ് ഞാൻ പറയുന്നതിന്റെ സാരം. 2 ഘട്ടങ്ങളിൽ നിവർത്തീകരിക്കപ്പെടുന്ന ഒരു പ്രവചനം തന്നെ ഉണ്ട്. ഞാൻ ഉദാഹരണമായി പറഞ്ഞാൽ, മിസ്രയീമിൽ നിന്നും ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്ന് ഹോശേയ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണെന്ന് തോന്നുന്നു നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഹോശേയ പ്രവചനം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചതായ കർത്താവിന്റെ പ്രവർത്തനത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ആ പ്രവചനത്തിന്റെ ഒരു മുഖമാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹേരോദാവിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടതിന് മിസ്രയീമിലേക്ക് പോയതിനു ശേഷം മടങ്ങി വന്നപ്പോൾ ഇതേ വാക്യം തന്നെ എടുത്തുകൊണ്ട് മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്നുള്ളത് ആ ദൂത് തന്നെ പറഞ്ഞ് അത് ക്രിസ്തുയേശു മിസ്രയീമിൽ നിന്നും വീണ്ടും ഹല്ലേലൂയ സ്തോത്രം നസറേത്തിലേക്ക് വന്ന് താമസിച്ചതിന്റെ നിവർത്തീകരണമായി കാണുന്നു. അപ്പോൾ 2 ഘട്ടങ്ങളായി ഒരു പ്രവചനം നിവർത്തീകരിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. നാം ദൈവവചനത്തിലെ ആഴമേറിയ പ്രവചന മർമ്മങ്ങളെ പഠിക്കുമ്പോഴാണ് അതിലെ അർത്ഥങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ സ്തോത്രം. ദാനിയേൽ പ്രവചനത്തിലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഹല്ലേലൂയ 70 ആഴ്ചവട്ടം. ഹല്ലേലൂയ സ്തോത്രം. ഇരമ്യാ പ്രവാചകനിൽ കൂടെ ഉണ്ടായതായ 70 വർഷം കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഒരു ഉദ്ധാരണം ഉണ്ടാകുമെന്നുള്ളതായ പ്രവചനത്തിന് 2 ഹല്ലേലൂയ മുഖങ്ങൾ അഥവാ 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, 70 വർഷം കഴിയുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ഹല്ലേലൂയ സ്തോത്രം അവർ ഹല്ലേലൂയ ബാബേലിൽ നിന്നും ഹല്ലേലൂയ പലസ്തീൻ നാട്ടിലേക്ക് കടന്നു വരുവാൻ സ്വാതന്ത്ര്യമുണ്ടായി. അങ്ങനെ കടന്നു വന്നവരാണ് ഹഗായി, സക്കറിയാവ്, യെസ്ര, നഹമ്യാവ്, ഇങ്ങനെയുള്ളതായ ദൈവദാസന്മാർ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പ്രവാസത്തിൽ നിന്ന് വന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ കൊണ്ടേ അവസാനിക്കുന്നില്ല. ദാനിയേൽ 70 വർഷം കഴിഞ്ഞുള്ളതായിട്ടുള്ളതായ ഉദ്ധാരണത്തെ ബേസ് ചെയ്തുകൊണ്ട് താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ഗബ്രിയേൽ ദൂതനിൽ കൂടെ ഹല്ലേലൂയ 70 ആഴ്ചവട്ടത്തെ പറ്റിയുള്ളതായ വലിയ ഒരു വെളിപ്പാട് 2-ാം ഘട്ടമായി അതിനെ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. അത് ഇസ്രായേലിന്റെ ഹല്ലേലൂയ സകല കാലത്തെയും ഹല്ലേലൂയ ഇനിയും വരുവാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ ഭരണകാലം വരെ ഹല്ലേലൂയ നീണ്ടു കിടക്കുന്ന ഒരു പ്രവചന ശൃംഖലയായി മാറ്റപ്പെടുന്നു. അപ്പോൾ ഇരമ്യാവ് പ്രവചിച്ച ആ പ്രവചനത്തിന്റെ 2 മുഖങ്ങൾ
നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അഥവാ 2 ഘട്ടങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ഞാൻ പ്രവചിക്കുന്നതായ പ്രവചനങ്ങൾ വിശേഷാൽ 3-ാം അധ്യായം, 2-ാം അധ്യായം, ഈവൻ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നതായ സന്ദർഭത്തിൽ നാം കാണുന്നതായ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ പോകുന്നതായ പ്രവചനങ്ങൾക്ക് പല ഘട്ടങ്ങളിൽ ഒരേ ദൂത് തന്നെ നിവർത്തീകരിക്കപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നു. ഇതിൽ നിന്ന് എന്തെങ്കിലും ആത്മീകമായ അർത്ഥം എനിക്ക് പ്രാപിക്കുവാൻ സാധിക്കുമോ? സാധിക്കും. ഞാൻ പറയാം. ഒരാൾക്ക് ഒരു ദൂത് ലഭിച്ചെന്നിരിക്കട്ടെ. പൊതുവിൽ ഒരു പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞെന്നിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് നിന്നോടല്ല പറഞ്ഞതെങ്കിൽ തന്നെയും നീ അത് വിശ്വസിച്ച് നിന്റേതായിട്ട് എടുത്ത്, ദൈവമേ ഈ ദൂത് ഞാൻ എനിക്കായിട്ട് എടുക്കുന്നു, ആരോടെന്നും നമുക്ക് ആർക്കും അറിയത്തില്ല, പൊതുവിൽ പറഞ്ഞത് എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. വ്യക്തിയോട് പറഞ്ഞെങ്കിൽ അത് വ്യക്തിക്കുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. അല്ല, ഒരു ദൈവവചനം വായിക്കുന്നതായ സന്ദർഭത്തിൽ ആ വചനം വായിക്കുന്നതിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രത്യേക അനുഭവത്തോടുള്ള ബന്ധത്തിലാണ് അവിടെ പറയുന്നതെങ്കിൽ തന്നെയും അതിൽ നിന്നും ഹല്ലേലൂയ നാം ഉത്തേജനം പ്രാപിച്ച് ഇത് വിശ്വാസത്താൽ ജീവന്റെ വചനമാകയാൽ ഇത് എന്നോടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നാം അവകാശപ്പെട്ടു പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് ക്രിയ ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വായിച്ച വേദഭാഗത്തേക്ക് കടന്നു വരാം. ദാരിയാവേശിന്റെ 2-ാം ആണ്ടിൽ ശബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ ബെരക്യാവിന്റെ മകനായ സെക്രിയ പ്രവാചകനുണ്ടായ യഹോവയുടെ അരുളപ്പാട് എന്താണ്? ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന പുരുഷനെ കണ്ടു. ഒന്നാമതായി, എന്തുകൊണ്ടാണ് പ്രവാചകനെ രാത്രിയിൽ ദർശനം ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്? ഉണർന്നൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എന്തിനാ ഇവനെ ഉണർത്തിയത്? ഉണർത്തി പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? താൻ ഉണർന്ന് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ കർത്താവിന് സംസാരിച്ചുകൂടെ? അങ്ങനെ സംസാരിച്ച പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുവല്ലോ. യെഹെസ്കേലിനോട് കേബാർ നദിയുടെ തീരത്തിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചെങ്കിൽ എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ രാത്രിയിൽ ഉണർത്തി? സ്തോത്രം. രാത്രിയിൽ തന്നെ ഒരു ദൂത് കൊടുത്തു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. രാത്രിയിൽ ലഭിക്കേണ്ട ദൂത് രാത്രിയിലാണ് ലഭിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം സാധാരണയായി നാം പറയുന്നത് സ്തോത്രം, നാം സ്വസ്ഥമായി കിടന്നുറങ്ങുമ്പോൾ, മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ കിടന്നുറങ്ങുമ്പോൾ ദൈവികമായ ബന്ധത്തിൽ കൂടുതൽ അടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് സാധാരണയായി നാം പറയുന്നതായ ഒരു കാര്യം. രാത്രിയിൽ സ്വർഗീയ ദർശനങ്ങൾ കാണുവാനുള്ള ഒരു കാരണം സ്തോത്രം, നമ്മുടെ അകത്തെ മനുഷ്യനോട്, അന്തരാത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവിൽ ഇടപെടുവാനുള്ള ബെസ്റ്റ് സമയം എന്ന് അതുകൊണ്ട് സ്തോത്രം സൈക്കോളജിക്കലായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ അതിനപ്പുറമായി ദൈവികമായ ചില പദ്ധതികൾ സ്തോത്രം സമയത്തിനും കാലത്തിനും ഉണ്ട് എന്ന് ദൈവവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ സ്തോത്രം രാത്രിയിൽ സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ മക്കൾ കടന്നു പോകുന്ന രാത്രിയെ വെളിപ്പെടുത്തുന്നതാണ്, ഇരുട്ടിനെ വെളിപ്പെടുത്തുന്നതാണ്, പ്രകാശമില്ലായ്മയെ വെളിപ്പെടുത്തുന്നതാണ്. അവർ ആയിരിക്കുന്ന അവസ്ഥയെ വെളിപ്പെടുത്തേണ്ടതിന് രാത്രിയിൽ പ്രവാചകനെ ദർശനം കിട്ടി. നമ്മത് ശരിക്കും മനസ്സിലാക്കുമ്പോൾ എവിടെയാണ് ചോല, എന്തുകൊണ്ടാണ്, എന്താണ് കൊഴുന്ത്, ആരാണ് ഈ ചുവന്ന പുരുഷൻ, ഈ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷൻ എന്നൊക്കെ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഇനിയും വരുവാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ കാലത്തെ യഹോശാഫാത്ത് താഴ്വരയിലെ വരുവാൻ പോകുന്ന യുദ്ധത്തെ പ്രാവചനികമായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതിനാൽ വരും കാലത്ത് ഇസ്രായേൽ കടന്നു പോകുന്നതായ കഠിന വലിയ യാക്കോബിന്റെ കഷ്ടകാലത്തെ അന്ധകാരം ഭൂമിയെയും
കൂരിരുട്ട് ജാതികളെയും മൂടുന്നതായ ആ അവസ്ഥയെ വെളിപ്പെടുത്തേണ്ടതിന് പ്രവാചകനെ ഇരുട്ടിൽ ദർശനം ലഭിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ദൈവവചനത്തിൽ പലയിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാം ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ഉടമ്പടി ലഭിക്കേണ്ടതിന് യാഗം കഴിക്കുന്നതായ സന്ദർഭത്തിൽ ഇരുട്ടുണ്ടാകുകയും ഹല്ലേലൂയ സ്തോത്രം അന്ധകാരം അവനെ മൂടപ്പെടുകയും ഭയവും ഭീതിയും അവനുണ്ടാകുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് യാഗത്തിൽ ചെയ്ത ഏതോ കുഴപ്പം കൊണ്ടാണ് എന്നാണ് പലപ്പോഴും നാം ചിന്തിക്കുന്നത്. എന്നാൽ അവിടെ ശരിക്ക് യാഗത്തെ പറ്റി പഠിക്കുകയാകുന്നു എങ്കിൽ ഹല്ലേലൂയ പക്ഷിയെ പിളർക്കേണ്ട ആവശ്യമില്ല. ലേവ്യ പുസ്തകം നാം പഠിക്കുമ്പോൾ പക്ഷിയെ പിളർക്കാതെ കഴുത്ത് പിരിച്ചു കളയുവാനാണ് ന്യായപ്രമാണം പഠിപ്പിക്കുന്നത്. ആകയാൽ അവനൊരു തെറ്റു ചെയ്തത് കൊണ്ടല്ല അവിടെ ഇരുട്ടുണ്ടായത്, അന്ധകാരമുണ്ടായത്, ഭീതി ഉണ്ടായത്. അവന്റെ തലമുറയ്ക്ക് വരുവാൻ പോകുന്നതായ ആ വലിയ ഇരുട്ടിനെയും വലിയ അന്ധകാരത്തെയും പോകുവാൻ പോകുന്നതായ വലിയ ഭീതിയുടെ അവസ്ഥയെയും പിതാവായ അബ്രഹാമിന് വെളിപ്പെടുത്തേണ്ടതിന് ഹല്ലേലൂയ അവനോടും അവന്റെ വരുവാനുള്ള തലമുറയുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ അവസ്ഥകളെ വെളിപ്പെടുത്തുവാനുള്ള ഉടമ്പടി ചെയ്യുവാൻ ഇറങ്ങി വന്ന കർത്താവ് അതും പ്രകാരം ഒരവസ്ഥയിലേക്ക് അബ്രഹാമിനെ കൊണ്ടുവന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി ഞാൻ പറയാം ഹല്ലേലൂയ മോശ കണ്ടതായ ദർശനം. ഹല്ലേലൂയ സ്തോത്രം. മോശ മുൾപടർപ്പിൽ നിൽക്കുന്നതായ ദൈവദൂതനെയാണ് കാണുന്നത്. മുൾപടർപ്പ് കത്തുന്നതും എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ആ ജ്വലിച്ച് കത്തുന്നതായ ആ തീ മുഖാന്തരം മുൾപടർപ്പ് നശിച്ചു പോകാതിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ തിയോളജിക്കലായിട്ട് ആ ദർശനത്തെ നാം ആനലൈസ് ചെയ്യുകയാകുന്നുവെങ്കിൽ ആ മുൾപടർപ്പ് യഹൂദനെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതിൽ കത്തിക്കൊണ്ടിരിക്കുന്നതായ തീ ഹല്ലേലൂയ അന്ന് മിസ്രയീമിൽ യഹൂദൻ കടന്നു പോകുന്ന കഠിന കഷ്ടപ്പാടും ആ കഷ്ടപ്പാട് യഹൂദനെ തകർത്ത് കളയാതെ ഇല്ലാതാക്കാതെ ആ മുൾപടർപ്പ് എത്ര കഷ്ടതയിൽ കൂടെ എത്ര അഗ്നിയിൽ കൂടെ പോയിട്ടും അത് വെന്തുപോകാതിരിക്കുന്ന അവസ്ഥ ഹല്ലേലൂയ ആ വലിയ വെളിപ്പാടിൽ കൂടെ മോശയ്ക്ക് ഇസ്രായേലിന്റെ അവസ്ഥയെ ഹല്ലേലൂയ യഹോവയായ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഏതു സമയത്തോ ഹല്ലേലൂയ നാം ദർശനം കാണുന്നുവോ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ അതിൽ കൂടെ ഹല്ലേലൂയ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനുണ്ട്. ഈ ദർശനത്തോടുള്ള ബന്ധത്തിൽ എല്ലാ രാത്രിയിലും കാണുന്ന ആ സ്വപ്നത്തെ പറ്റി അല്ല ഞാനിവിടെ പറയുന്നത്. രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നത് നാം അന്ധകാരത്തിൽ കൂടെ കടന്നു പോകാൻ പോവുകയാകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ആരും വ്യാഖ്യാനിക്കരുത്. അങ്ങനെ നാം ഈ ദർശനം ഹല്ലേലൂയ സെക്കറിയാവ് കണ്ട ദർശനമാണ് നാം പഠിക്കുന്നത്, വേറൊരു കാര്യമല്ല പഠിക്കുന്നത്. ഈ ദർശനത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് ഹല്ലേലൂയ രാത്രിയിൽ കിട്ടുവാൻ തക്കവണ്ണം എന്താണ് ഇതിനകത്തിരിക്കുന്നത്, ഹല്ലേലൂയ എന്താണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന് ഇതിനകത്തിരിക്കുന്നതായ പ്രവചന സൂക്തങ്ങളുടെ വ്യാഖ്യാനം നാം പഠിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കടന്നുപോകുന്ന കഷ്ടത ഹല്ലേലൂയ സ്തോത്രം ആ അവസ്ഥയെ വെളിപ്പെടുത്തേണ്ടതിനാണ് രാത്രിയിൽ തനിക്ക് ദർശനം കിട്ടിയത് എന്ന് നാം വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ എല്ലാ കാര്യവും ശരിയാകുള്ളൂ, അല്ലെങ്കിൽ നാം തെറ്റിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അതിനകത്തെ മർമ്മങ്ങൾ മനസ്സിലാക്കി നാം വ്യാഖ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. ഹല്ലേലൂയ. ഒന്നാമതായി നാം ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നു. ഹീസ് നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ, ഒരു സാധാരണ വ്യക്തിയല്ല. ഹല്ലേലൂയ. ഈ വ്യക്തി മറ്റ് ഹല്ലേലൂയ കുതിരകൾക്ക് കമാൻഡ് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വ്യക്തി നിൽക്കുന്നത് ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിലാണ് എന്ന് നമുക്ക് ഈ 8-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ പുരുഷന്റെ ഹല്ലേലൂയ പിമ്പിൽ തന്റെ പുറകിലാണ്. ഹി ഈസ് എ ലീഡർ. ഹല്ലേലൂയ. ഈ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷൻ ഒരു ലീഡറാണ്. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ മുമ്പിൽ ചുവപ്പും തവിട്ടു നിറവും വെണ്മയുമുള്ള കുതിരകളെ
നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവരാരാകുന്നുവെന്ന് പ്രവാചകന് സംശയം തോന്നിയപ്പോൾ ദൂതൻ ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഊടാടി സഞ്ചരിക്കുന്നതായ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെട്ടതായ ചുവപ്പും തവിട്ടു നിറവും വെണ്മയുമുള്ള കുതിരകൾ തിരിച്ചു വന്ന് ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന ഹല്ലേലൂയ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷനെ റിപ്പോർട്ട് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വേദവിദ്യാർത്ഥികൾ പൊതുവായി ഹല്ലേലൂയ, സ്തോത്രം, ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന ഈ പുരുഷൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, പ്രീ ഇൻകാർണേറ്റഡ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറക്കുന്നതിന് മുമ്പേ കർത്താവ് പഴയ നിയമത്തിൽ അബ്രഹാമിനെ പ്രത്യക്ഷപ്പെട്ടതുപോലെ, മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ, അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഹല്ലേലൂയ ദൈവപ്രത്യക്ഷതയായിരുന്നു. ദിസ് ഈസ് എ തിയോഫനി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവപ്രത്യക്ഷതയാണ് ഈ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വേദവിദ്യാർത്ഥികൾ അനേകർ അങ്ങനെയാണ് അത് വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത്. അതിലൊരാളുടെ കാര്യം ഞാൻ പറയാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ഡേക്സ് ബൈബിൾ, ഗോ ഇൻ ടു പേജ് നമ്പർ 916. ഹല്ലേലൂയ. 916. There he says that the guy who sit on the red horse is Lord Jesus Christ himself. യഹോവയാണെന്നാണ് അവിടെ പറയുന്നത്. പഴയ നിയമത്തിൽ യഹോവയായി പ്രത്യക്ഷപ്പെട്ടതെല്ലാം നമുക്ക് വേണ്ടി ആയി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി യഹോവ എന്ന വാക്കിന്റെ അർത്ഥം ആയിത്തീരുന്നവൻ എന്നാണ്. ഹല്ലേലൂയ. ആയിത്തീരുന്നവൻ എന്ന് പറയുമ്പോൾ നിനക്ക് സൗഖ്യമാണ് ആവശ്യമെങ്കിൽ അവൻ നിനക്ക് സൗഖ്യദായകനായി തീരുന്നു. നിനക്ക് വിടുതലാണ് ആവശ്യമെങ്കിൽ അവൻ നിന്നെ വിടുവിക്കുന്നവനായി തീരുന്നു. നിനക്ക് അനുഗ്രഹമാണ് ആവശ്യമെങ്കിൽ അവൻ അനുഗ്രഹദാതാവായി തീരുന്നു. നിനക്ക് ബുദ്ധിയാണ് ആവശ്യമെങ്കിൽ അവൻ ജ്ഞാനമായി നിനക്ക് മാറ്റപ്പെടുന്നു. ആയിത്തീരുന്നവൻ. നമുക്ക് പാപമോചനമായിരുന്നു ആവശ്യം. ആകയാൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് മാനവജാതിയുടെ പാപത്തിനു വേണ്ടി പഴയ നിയമത്തിൽ യഹോവയായി പ്രത്യക്ഷപ്പെട്ട ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യനായി ഭൂമിയിലേക്ക് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകനായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പഴയ നിയമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിനെയാണ് ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തിയെ കാണുവാൻ സാധിക്കുന്നത്. ഡേക്സ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ ഹല്ലേലൂയ നിങ്ങൾക്കുണ്ട് എങ്കിൽ പേജ് നമ്പർ 129 ഹല്ലേലൂയ അവിടെ ഞാൻ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ മദർ ബുക്ക് ഡേക്സ് ബൈബിൾ അല്ല. I have referred at least about 40-50 books. ഹല്ലേലൂയ. അതിനകത്ത് ഡേക്സിന്റെ ബൈബിളും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 1, പ്രവാചകൻ ഈ പുരുഷനെ യജമാനൻ എന്ന് വിളിക്കുന്നു. 2, ഈ പുരുഷൻ ദൈവം സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെ. 3, മറ്റ് ദൂതഗണങ്ങൾ ഈ പുരുഷനെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 4, താൻ തന്നെ യഹോവയെന്ന് വിളിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 5, താൻ സാത്താനെ ഫൽസിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. 6, മറ്റ് ദൂത സംഘത്തിന് കൽപ്പന കൊടുക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 തന്നെ തന്നെ സൈന്യങ്ങളുടെ യഹോവയെന്ന് വിളിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലൊക്കെയും നമുക്കത് കാണുവാൻ സാധിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാതെ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ ഒരു മോഷ്ടാവായി ഞാൻ തീരാതിരിക്കേണ്ടതിന് ഞാൻ അതിന്റെ പേജ് നമ്പർ എല്ലാം പറഞ്ഞ് വ്യക്തമായി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി നോക്കേണ്ടതിന് വേണ്ടി പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ നാം ഹല്ലേലൂയ, സ്തോത്രം, രാത്രിയിൽ ഹല്ലേലൂയ, സ്തോത്രം, ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന
പുരുഷനെ മാത്രമേ കണ്ടുള്ളൂ. അടുത്ത ആഴ്ച ചോല എന്താകുന്നു, കൊഴുന്ത് എന്താകുന്നു, ഹല്ലേലൂയ സ്തോത്രം, ഈ കുതിരകൾ എന്താകുന്നു, എന്താണ് ദൂത്, ഇതിൽ നിന്ന് നാം എന്താണ് പഠിക്കുവാനുള്ളത് എന്ന് നാം ചിന്തിക്കണം. അത്രയും ചിന്തിച്ചു കഴിയുമ്പോൾ 1-ാം അധ്യായം പഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും. 1-ാം അധ്യായത്തിലെ ആദ്യത്തെ ദർശനം എന്റെ ആഗ്രഹം അടുത്ത ആഴ്ച, അടുത്ത ചൊവ്വാഴ്ച കൊണ്ട് ഈ 1-ാം അധ്യായം മുഴുവനും 1-ാമത്തെ ദർശനവും 2-ാമത്തെ ദർശനവും പഠിക്കണമെന്നുള്ളതാണ്. കർത്താവെ അതിനെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഈ വേദവാക്യങ്ങൾ വായിക്കണം. എന്റെ മുമ്പിലുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാൽ ഞാനിവിടെ നിർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ജനറലായി പല കാര്യങ്ങൾ പറഞ്ഞു, ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് കുറെ കൂടെ മുമ്പോട്ട് പോകാമായിരുന്നു. ഹല്ലേലൂയ. ജനറലായി അത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റു പല വിഷയങ്ങളെ പറ്റിയുമുള്ള അറിവ് കൂടുതൽ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ വികാസനം ആ വചനത്തിൽ കൂടെ ലഭിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ നിങ്ങൾക്ക് കർത്താവിന്റെ ആത്മാവിനാൽ കർത്താവെ കൃപ നൽകും. അങ്ങനെ വരും ദിവസങ്ങളിലെ പഠനവും നമുക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ഈ വചന ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുന്നു. കേട്ട ഏവർക്കും എന്റെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഹല്ലേലൂയ. ഈ രാത്രി സമയത്തും കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിന്റെ ശ്രേഷ്ഠമായുള്ള ആലോചന കേൾക്കുവാൻ തക്കണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ദൈവവചനം പഠിപ്പിക്കാൻ തക്കണം. കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ ദൈവം ബലപ്പെടുത്തിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ ഇന്ന് പഠിച്ചതുപോലെ ഹല്ലേലൂയ ദൈവവചനം അത് പരിശുദ്ധാത്മ ഹല്ലേലൂയ നിയോഗത്താൽ എഴുതപ്പെട്ട വചനം നമ്മുടെ ബുദ്ധിയിൽ വ്യാഖ്യാനിക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വ്യാഖ്യാനിപ്പാൻ ദൈവം കൃപ തരുവാന്നക്കണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം അത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനമാണ്. ഈ ദിവസങ്ങളിൽ ദൈവവചനം വ്യാഖ്യാനിക്കുന്നത് അത് പരിശുദ്ധാത്മ നിറവോടെ ആയിരിക്കാന് ദൈവം നമ്മളെ സഹായിപ്പാന് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവം നമുക്ക് കൃപാവരങ്ങളെ തരുമ്പോൾ അത് നിഗളികളായി തീരാതെ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിപ്പാന് അത് ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാന് ദൈവവേല അത് സഹായിപ്പാന് ഹല്ലേലൂയ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അല്പത്തിൽ വിശ്വസ്തരായിരുന്നവരെ അവൻ അധികത്തിനും വിചാരകനാക്കും. ദൈവം തരുന്ന കൃപാവരങ്ങളിൽ അത് വിശ്വസ്തയോട് കൈകാര്യം ചെയ്യുവാന് ദൈവം നമുക്ക് കൃപ തരുവാന്നക്കണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു അവന്റെ നാമം വൃഥാ എടുക്കരുത്. ഈ ദിവസങ്ങളിൽ ദൈവം തരുന്നത് മാത്രം പറയുവാന് ദൈവാലോചന മറ്റുള്ളവരോട് അറിയിപ്പാൻ ദൈവം കൃപ തരുവാൻ തക്കണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നമുക്ക് ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുവാൻ തക്കണം. ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ തക്കണം, കൃപ തരുവാൻ തക്കണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മൾ ആരെങ്കിലും ഇരുട്ടിന്റെ അവസ്ഥകളിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നമുക്ക് മറുപടി ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് അനുസരിക്കുകയും ചെയ്യുന്ന ആൾ തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ എത്രയോ വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ വിശ്വസ്തനാണ്. അത് നിറവേറ്റുവാൻ അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നില്ല എങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു സ്തോത്രം യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ദൈവം അവന്റെ ആലോചന നിറവേറ്റുവാൻ അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാന്നൊക്കെയുള്ള കൃപ ദൈവം നമുക്ക് തരുവാൻ തക്കണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം.
ദൈവവചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുത്തുകൊണ്ടെന്നിരിക്കും. ഹല്ലേലൂയ. എന്നാൽ അതിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കും. ദൈവവചനം സംസാരിപ്പാൻ നടക്കണം. കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ ദൈവം ബലപ്പെടുത്തുകയല്ലോ. കുടുംബമായിട്ട് അനുഗ്രഹിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും നമുക്ക് പറഞ്ഞു തരുവാൻ നടക്കണം. ദൈവത്തിന്റെ ആലോചന പറഞ്ഞു തരുവാൻ നടക്കണം. കർത്താവിന്റെ ദാസന്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രി സമയം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് നമുക്ക് ഏവർക്ക് അനുഗ്രഹമായി തരുവാൻ നടക്കണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവാം ദൈവമേ, കർത്താവെ, നല്ല ഈ രാത്രി സമയം നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിന്റെ മക്കളാണ് അടിയങ്ങൾക്ക് പല ഇടങ്ങളിൽ കർത്താവെ അങ്ങയുടെ വചനം പഠിക്കുവാൻ നേടിയങ്ങളെ സഹായിച്ച വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. വചനം പഠിക്കുവാൻ അങ്ങനെ ശ്രേഷ്ഠദാസനെ അങ്ങ് ബലപ്പെടുത്തി വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. കുടുംബാണ് സഹായിക്കാൻ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവെ നിന്റെ വചനം പഠിക്കുവാൻ നിന്റെ ദാസന്റെ വീണ്ടും ശക്തിയിരിക്കണം പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് ആരോഗ്യ ശക്തി കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്നിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ കൃപ നേടിയങ്ങൾക്ക് തരുവാണ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾപ്പിച്ച ആലോചന ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ദൈവമേ നീ തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ഞങ്ങൾ ജ്വലിപ്പിപ്പാൻ ദൈവം അല്പത്തിൽ വിശ്വസ്തരായിരിക്കാനുള്ള കൃപ നേടിയങ്ങൾക്ക് ഓരോരുത്തർക്കും തരുവാണ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്നെ നിങ്ങളിലായി തീരാതെ താഴ്മ ധരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നിന്റെ നാമത്തിലൂടെ ചെയ്യുവാൻ ഉള്ള കൃപ നേടിയങ്ങൾക്ക് തരുവാണ് പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പോ എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കേൾപ്പിച്ച നിന്റെ ആലോചന ഞങ്ങളോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥിക്കുന്നു. രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ ആത്മാവിനോട് സംസാരിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദേശത്തിന് വേണ്ടി ഇരുന്ന് കരയുവാന് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഇരുന്ന് കരയുവാനൊക്കെ കൃപ നേടിയങ്ങൾക്ക് ഓരോരുത്തർക്കും തരുവാണ് പ്രാർത്ഥിക്കുന്നു. നാളെ രാത്രി ഞങ്ങൾ കടന്നു കർത്താവേ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാന് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ൊപ്പം നേടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നാട് ഈ രാത്രിയിൽ കർത്താവേ സ്തോത്രം അങ്ങയുടെ ചെറുങ്ങി അടിയങ്ങളെ മറച്ചാട് സകല മാനമൊത്ത തിരുമേനിക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു നാമത്തില് അടിയങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കാണമേ. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയില് കളങ്കമില്ലാത്തൊരു ആനന്ദത്തോടെ കർത്താവേ ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ലോകത്തെമ്പാടുള്ള എല്ലാ വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് പ്രയോജനമുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാകട്ടെ. ആമീൻ. ഈ രാത്രിയിലും നമുക്ക് ജയനം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരുമാകണമേ. നാളെ രാത്രിയിൽ നമുക്ക് 8 തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സെക്ഷനും 9 തൊട്ട് നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടന്നു വരുന്നല്ലോ. നമ്മളെല്ലാവരും കടന്നു വരികയും ഈ നമ്പർ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെയും ഉത്സാഹിപ്പിച്ച് കൂട്ടുവരുത്തുകയും ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാകട്ടെ. Amen. Praise God. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാനന്ദി, എല്ലാ തോൽവികൾക്കും നാഥാനന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാനന്ദി. സാന്നിധ്യമറിയാൻ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുപോ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും സാന്നിധ്യം മതി. നാഥാനിൻ
നാഥാനന്ദി. എല്ലാ തോൽവികൾക്കും നാഥാനന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥാനന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ ഉള്ളുകളിൽ പനിനീർപ്പൂവോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥാ, നിൻ സാന്നിധ്യം മതി. നിസ്സാരമാ നിസ്സാരമാ നീറും ദുഃഖങ്ങൾ. നിസ്സാരമാ 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 നീറും ദുഃഖങ്ങൾ. നിസ്സാരമാ നാളെ വരുന്ന മഹിമയോർത്താൽ എന്നിൻ ദുഃഖങ്ങൾ. നിസ്സാരമാ നാളെ വരുന്ന മഹിമയോർത്താൽ എന്നിൻ ദുഃഖങ്ങൾ.